1946 ഇംഗ്ലണ്ടിലെ വിസ്ലിയിലെ പ്രശസ്തമായ റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഇംഗ്ലണ്ടിലെ ജോൺ ഇന്നസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്രോമസോമുകളെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് സൈറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്യുകയുണ്ടായി. കോശങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് അവയുടെ പ്രവർത്തനവും ഘടനയും പഠിക്കുന്നതിൽ വിദഗ്ധനായ ഒരാളാണ് സൈറ്റോളജിസ്റ്റ്. അവർ ആ ജോലി സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ആ ജോലിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ശമ്പളമുള്ള വനിതാ ജീവനക്കാരിയായിരുന്നു അവർ. ഒരുപക്ഷെ ലോകത്ത് തന്നെ എണ്ണം പറഞ്ഞ വനിതാ സാങ്കേതിക പ്രവർത്തകയും ശാസ്ത്രജ്ഞയുമായിരുന്നു ആ വനിത. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മദ്രാസ് സംസ്ഥാനത്തിലെ തലശ്ശേരി എന്ന ചെറുപട്ടണത്തിൽ ഒരു സബോർഡിനേറ്റ് കോടതി ജഡ്ജിയുടെ 19 മക്കളിൽ 10ാമതായി ജനിച്ച ജാനകി അമ്മാളായിരുന്നു ആ സ്ത്രീ. ലോക ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ സ്ത്രീ മുന്നേറ്റങ്ങളിൽ മുൻനിരയിൽ വയ്ക്കാവുന്ന ആ പേര് പക്ഷേ അവരുടെ സ്വന്തം നാടായ ഇന്ത്യയിലോ അതല്ല കേരളത്തിലോ ഭൂരിഭാഗം പേർക്കും അജ്ഞാതമാണ്. 1950 ജാനകി അമ്മാൾ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. അടുത്തിടെ സ്വാതന്ത്ര്യം കിട്ടിയ തൻ്റെ രാജ്യത്തെ സഹായിക്കാനായിരുന്നു ഇത്. എങ്കിലും ഇന്നും ഇംഗ്ലണ്ടിലെ ലോകപ്രശസ്തമായ വിസ്ലി പൂന്തോട്ടത്തിൽ വസന്തകാലങ്ങളിൽ ഒരു പൂ വിരിയും. മനോഹരമായ മഞ്ഞയും വെളുപ്പും കലർന്ന ആ പൂവിൻ്റെ പേര് മഗ്നോളിയ കോപ്പസ് ജാനകി അമ്മാൾ എന്നാണ്. അതെ, അങ്ങനെയാണ് ആ ലോക പ്രശസ്ത സർവകലാശാല അവരെ ആദരിച്ചത്. ഇന്ത്യയിൽ 10ാം ക്ലാസ് കഴിഞ്ഞ സ്ത്രീകൾ 1000-ൽ താഴെ മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങൾ. ആ കാലത്ത് സ്ത്രീ സാക്ഷരത വെറും 1% താഴെ മാത്രമായിരുന്നു. തൻ്റെ ചേച്ചിമാർ ചെയ്തതുപോലെ കല്യാണം കഴിച്ച് ഒതുങ്ങിക്കൂടാതെ അവർ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തത് വലിയൊരു വിപ്ലവമായിരുന്നു. മദ്രാസിലെ ക്യൂൻ മേരീസ് കോളേജിൽ നിന്ന് ബിരുദം, പ്രസിഡൻസി കോളേജിൽ നിന്ന് സസ്യശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദവും നേടി. ഇന്ത്യയിൽ എന്നത് പോട്ടെ, അന്തർദേശീയ തലത്തിൽ തന്നെ ഇതൊരു അപൂർവതയായിരുന്നു. ഒരു പക്ഷേ അമേരിക്കയിൽ സസ്യശാസ്ത്രത്തിൽ PhD നേടിയ ആദ്യ വനിത തന്നെ ജാനകി അമ്മാളായിരുന്നു. 1939-50 കാലഘട്ടങ്ങളിൽ അവർ ഇംഗ്ലണ്ടിൽ ചിലവഴിച്ച കാലത്ത് വിശാലമായ പൂന്തോട്ട സസ്യങ്ങളെക്കുറിച്ചുള്ള ക്രോമസോം പഠനം നടത്തി. ക്രോമസോം നമ്പറുകളെയും പ്ലോയിഡിയെയും കുറിച്ചുള്ള അവരുടെ പഠനങ്ങൾ പല സന്ദർഭങ്ങളിലും സ്പീഷീസുകളുടെയും ഇനങ്ങളുടെയും പരിണാമത്തിലേക്ക് വെളിച്ചം വീശി. 1945 CD ഡാർലിംഗുമായി ചേർന്ന് അവർ എഴുതിയ ക്രോമസോം അറ്റ്ലസ് ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് എന്ന കൃതിയിൽ ഏതാണ്ട് 1,00,000 സസ്യങ്ങളുടെ ക്രോമസോം നമ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ജാനകി അമ്മാൾ തന്നെ നേരിട്ട് കണ്ടെത്തിയതാണ്. ഇന്ത്യയിൽ കരിമ്പുൽപാദനത്തിലെ സ്വയം പര്യാപ്തതയ്ക്കും രാജ്യം ജാനകി അമ്മാളിനോട് കടപ്പെട്ടിരിക്കുന്നു. അമ്മാളിൻ്റെ സഹായത്തോടെയാണ് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യയിൽ സ്വന്തമായി മധുരമുള്ള കരിമ്പിൻ്റെ ഇനങ്ങൾ വികസിപ്പിക്കുവാനും നിലനിർത്താനും കഴിഞ്ഞത്. 1940 മുതൽ 50 വരെ ഇംഗ്ലണ്ടിൽ ഗവേഷണ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അവർ 1951 ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുനഃസംഘടിപ്പിക്കുന്നതിനായി ഇന്ത്യയിലേക്ക് മടങ്ങി. 1952 ഒക്ടോബർ 14 BSIയുടെ ഓഫീസർ ഓഫ് സ്പെഷ്യൽ ഡ്യൂട്ടിയായി അവർ നിയമിതയായി. തുടർന്ന് അവർ BSIയുടെ ഡയറക്ടർ ജനറലായി സേവനം അനുഷ്ഠിച്ചു. ഈ കാലഘട്ടത്തിൽ കരിമ്പ് ഗവേഷണത്തെയും വഴുതന തുടങ്ങിയ തദ്ദേശീയമായ പച്ചക്കറികളുടെ ക്രോസ് ഉപവിഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനും അവർ ഗണ്യമായ സംഭാവനകൾ നൽകി. 1970കളിൽ സൈലന്റ് വാലിയുടെ 8.3 ചതുരശ്ര കിലോമീറ്റർ ഉഷ്ണമേഖലാ വനപ്രദേശത്ത് ഡാം പണിയുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ ജാനകി അമ്മാളാണ് തൻ്റെ പേരും പ്രശസ്തിയും ഉപയോഗിച്ച് അതിനെതിരെ ശാസ്ത്രീയമായ പ്രതിരോധം തീർക്കുവാൻ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. 1984 ഫെബ്രുവരിയിൽ മരണം ആ മഹത് വനിതയെ പുൽകും വരെ അവർ മദ്രാസിനടുത്തുള്ള സെൻറ്റർ ഫീൽഡ് ലബോറട്ടറിയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. സൂര്യൻ നിന്റെ കണ്ണ് സ്വീകരിച്ചിരിക്കുന്നു, കാറ്റ് നിന്റെ ചൈതന്യം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയാണോ നിനക്ക് ഉചിതമെന്ന് തോന്നുന്നത് അവിടെ പോകൂ. അത് സ്വർഗത്തിലേക്കാണെങ്കിലും ഈ ഭൂമിയിലേക്കാണെങ്കിലും. നിനക്കുള്ളത് ആണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ജലത്തിൽ അലിഞ്ഞു ചേരാം. സസ്യങ്ങളിലേക്ക് പോയി നിന്റെ ഓരോ ശരീരഭാഗങ്ങളും കൊണ്ട് അവിടെ ഒരു വീടുണ്ടാക്കൂ. ഋഗ്വേദത്തിലെ മനോഹരമായ ഈ വരികളേക്കാൾ കൂടുതൽ ജാനകി അമ്മാളിനെ വിശേഷിപ്പിക്കാൻ വേറെ ഒന്നും തന്നെയില്ല.
ആദ്യത്തെ ഇന്ത്യൻ വനിതാ സസ്യശാസ്ത്രജ്ഞയായ E.K. ജാനകി അമ്മാൾ ശാസ്ത്രം നൽകിയ മഹത്തമായ സംഭാവനകളുടെ പേരിൽ ഇതിലും എത്രയോ അറിയപ്പെടേണ്ടവളായിരുന്നു. എന്നാൽ രാജ്യത്തിനകത്തും പുറത്തും അക്കാദമിക് സർക്കിളുകളിൽ അവർ ഇന്നും അജ്ഞാതമായി തുടരുന്നു. നമ്മുടെ പാഠപുസ്തകങ്ങൾ അവരുടെ മഹത്തായ ശാസ്ത്രചരിത്രത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ലോകത്തിലെ ഏതൊരു പെൺകുട്ടിക്കും പ്രചോദനമാകുന്ന ജീവിതകഥയാണ് ജാനകി അമ്മാളിൻ്റേത്. കേരളത്തിൽ പോലും വളർന്നു വരുന്ന പെൺകുട്ടികൾ അവരെ അറിയുന്നില്ല. പാഠപുസ്തകങ്ങളിൽ CV രാമൻ്റെ ഒപ്പമോ JC ബോസിൻ്റെ ഒപ്പമോ MS സ്വാമിനാഥൻ്റെ ഒപ്പമോ ചേർന്ന് നമ്മുടെ